മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം ഫിലിപ്പിയർക്കുള്ള ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ലെറ്റർ ടു ഫിലിപ്പിയർ ചാപ്റ്റർ 1 വേഴ്സ് 20. ആകയാൽ എനിക്കൊന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. സെയിന്റ് പോൾ തന്നെക്കാൾ വലിയ ഒരു കാരണത്തിനു വേണ്ടിയാണ് ജീവിച്ചത്. സ്വന്തം സ്ഥാനമാനങ്ങളെക്കാൾ പ്രധാനമായും തന്റെ പ്രവർത്തന രംഗത്തെ കണ്ടു. ജീവിച്ചാലും മരിച്ചാലും ശരി, ഈശോ മിശിഹാ തന്റെ ജീവിതത്തിൽ മഹത്വപ്പെടണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. ഒരു വലിയ കാരണത്തിനു വേണ്ടി സ്വയം മറന്ന് ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിത വിജയ രഹസ്യം. നാം പ്രശസ്തരാകണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് നാം ചെയ്യുന്ന കാര്യം വിജയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നെക്കാൾ വലുത് ഞാൻ ചെയ്യുന്ന സേവന രംഗമാണ് എന്ന ബോധ്യമുണ്ടാവണം. 100-150 ആളുകൾ തണ്ടുവലിക്കുന്ന കളിവഞ്ചിയിൽ എല്ലാവരും അമരത്തിരുന്ന് വഞ്ചി നയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കുകയില്ലല്ലോ. 1-2 ആളുകൾ അമരത്തിരിക്കുകയും മറ്റുള്ളവർ തണ്ടുവലിക്കുകയും ചെയ്യണം. ഞാൻ അമരത്തിരിക്കണമെന്നല്ല, വഞ്ചി മുന്നേറണമെന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം. മോശ സ്വന്തം ജീവിത സുഖത്തെക്കാൾ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം പ്രധാനമായും കരുതി. ഇബ്രഹാം ലിങ്കനും മഹാത്മാഗാന്ധിയും അവരെക്കാൾ പ്രധാനമായി രാഷ്ട്രത്തെ കരുതി. അഡോണി റാം ജഡ്സൺ സ്വന്തം ജീവിത സുഖത്തെക്കാൾ പ്രധാനമായും ബർമയിലെ സഭയെ കരുതി സ്നേഹിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്വന്തം ജീവനേക്കാൾ പ്രധാനമായും ആതുര സേവനത്തെ അംഗീകരിച്ചു. നമ്മുടെ സ്ഥാനമാനങ്ങളെക്കാൾ പ്രധാനം നമ്മുടെ സേവന രംഗമാണെന്ന് അംഗീകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ നാം ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. വൈദികൻ തന്നെക്കാൾ പ്രധാനം സേവനം ചെയ്യുന്ന ഇടവകയും ഇടവക ജനങ്ങളുമാണെന്ന് കരുതണം. ഡോക്ടർ രോഗികളെ ശുശ്രൂഷിക്കുന്നത് ജീവിത ലക്ഷ്യമായി സ്വീകരിക്കണം. ജീവിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കരുത്, ഒരാദർശത്തിനു വേണ്ടി നാം ജീവിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.